കമ്മീഷൻ കിട്ടുന്നുണ്ട്. ആ ഒരു കമ്മീഷന്റെ പേര് മാത്രമേ അവരത് പറയത്തുള്ളൂ. ട്രെയിൻ ഇപ്പോൾ ഓൾറെഡി ഇറങ്ങി ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. ഇവിടെ ഒരു 350 രൂപയേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളത് സൂറത്ത് റെയിൽവേ സ്റ്റേഷന്റെ നമ്മുടെ ട്രെയിൻ വരുന്നത് ഇവിടെയാണ്. ഉള്ളവരെല്ലാം ഈ ടെക്സ്റ്റൈൽ മാർക്കറ്റിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നവരാണ്. 280 ഞാൻ നേരത്തെ നേരത്തെ ഒരുപാട് ഏജന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോയിരുന്ന ഏജന്റ് 350 ആണ്. 350 രൂപയുള്ളൂ. നല്ല കാണാൻ നല്ല രസമുണ്ട്, ഒരു കുഴപ്പമില്ല. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ ട്രെയിൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് ഇവിടുത്തെ സൂറത്തിലത്തെ ആൾ തന്നെയായിരിക്കും ബെസ്റ്റ്, നമ്മുടെ പ്രിൻസ് ചേട്ടൻ. സൂറത്തിൽ ഇവിടെ ഇത് നമ്മുടെ സൂറത്ത് റെയിൽവേ സ്റ്റേഷനാണ്. സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം, ഇവിടെ ഒരുപാട് ഏജന്റ് ഉണ്ട്. അത് നമുക്ക് പുറത്തുനിന്ന് പറയാം. ഇപ്പൊ ഇവിടെയാണ് നമുക്ക് പ്ലാറ്റ്ഫോം ഇറങ്ങേണ്ട സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ ട്രെയിൻ ഇപ്പോൾ ഓൾറെഡി അതെ ട്രെയിൻ ഇപ്പോൾ ഓൾറെഡി ഇറങ്ങി ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് 2-3 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രൻസിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എങ്ങനെയാ വരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരണം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് വഴിക്ക് നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നേരിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് നേരിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ ആകുമ്പോ കുറെ എന്താ പറയാ ഓട്ടോറിക്ഷക്കാര് പിടിക്കാനൊക്കെ ഉണ്ടാവും. അതെ ഏജന്റുകളുണ്ട്. ഒരുപാട് ഏജന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോയിരുന്ന ഏജന്റുകാരാണ്. പിന്നെ ഇവിടെ കുറെ ഹോട്ടൽ റൂംസ് ഒക്കെ നമുക്ക് അടുത്ത സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കി തരും അല്ലേ? അതെ തീർച്ചയായിട്ടും. എന്ത് ഹോട്ടൽ വേണമെങ്കിലും എന്ത് സൗകര്യം വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്മൾ എന്തോ വേണമെങ്കിലും എന്ത് സൗകര്യം വേണമെങ്കിലും ഞാനത് ചെയ്തു തരാം. അപ്പൊ ഇതൊക്കെ എന്താ പറയാ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ മെയിൻ എൻട്രൻസ് ആണ് ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പൊ മെയിൻ എൻട്രൻസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇത്തിരി തിരക്ക് കുറവുള്ളത്. ഇപ്പൊ സൺഡേ അല്ലാത്ത ദിവസമാണെങ്കിൽ ഇവിടെ നടക്കാൻ പോലും സ്ഥലം കിട്ടില്ല. ഇതെല്ലാം സ്കൂട്ടർ പാർക്കിംഗ് ആണ്. സ്കൂട്ടർ പാർക്കിംഗ് ആണ് നമ്മൾ താപ്പോട്ടങ്ങാണ്. ഇതിപ്പം യഥാർത്ഥത്തിൽ സൂറത്ത് റെയിൽവേ സ്റ്റേഷന്റെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് അന്തരീക്ഷം. അതെ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇറങ്ങി ഈ കാണുന്നതാണ് സൂറത്ത് റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫ്ലാഗ് കാണാം ഇവിടെ. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇറങ്ങണ എൻട്രി ആൻഡ് എൻട്രൻസ് രണ്ടും ഇവിടെ തന്നെയാണ്. രണ്ടും ഈ ഭാഗത്ത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ക്യാമറമാൻ അവിടെ ഞങ്ങൾ ഒളിച്ചും ഭാഗത്തൊക്കെ എടുക്കണേ. ഇവിടെ ഏജന്മാരുടെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇൻഫോം ചെയ്യണമല്ലോ. അതെ അതിനു വേണ്ടി മാത്രമാണ്. അപ്പൊ ഇപ്പൊ തിരക്ക് നല്ല കുറവുണ്ട്. ഇനി ഇത് നമുക്ക് എൻട്രി വണ്ടികളൊക്കെ വരുന്ന എൻട്രി ഏരിയ ആണ്. പിന്നെ അതെ ഏജന്റ് ആണ് അല്ലേ? അവര് ഇതുപോലെ വരും. ഇപ്പൊ നേരത്തെ വന്നില്ല, അതുപോലെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും ചോദിക്കാനായിട്ട്. ഇത് എൻട്രി ആണ്. നമുക്ക് എൻട്രൻസ് പുറത്തോട്ട് പോകുന്നത് അവിടുന്നാണ്, ആ സൈഡിൽ. അപ്പൊ ആ ഭാഗത്ത് കുറെ ഏജന്റ്മാരെ കിട്ടും. നമുക്ക് എന്തായാലും അങ്ങോട്ട് കിടക്കാം. ഇതാണ് നമ്മള് പുറത്തേക്ക് ഇറങ്ങുന്നുള്ള ഒരു എക്സിറ്റ് ആണ് ഇവിടെ. ഇവിടെ നമുക്ക് ഓട്ടോ വേണമെങ്കിൽ എന്തോ വേണമെങ്കിലും ഇവിടുന്ന് കിട്ടും. അപ്പം നമ്മള് ഇവിടെ വന്നിട്ട് നേരിട്ട് ഇപ്പൊ ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് നമുക്ക് വിളിക്കാം. എങ്ങോട്ടാ പോകണ്ടേ നമുക്ക് ചോദിക്കാം. അപ്പൊ ഒരു ഹോട്ടലെടുത്ത് നമുക്ക് ഇപ്പൊ നിയമവാരിയിലേക്ക് പോകേണ്ടത്. അപ്പൊ നമുക്ക് ലെജൻഡ് ടെക്സ്റ്റൈലിലോട്ടാണ് പോകേണ്ടത്. ലെജൻഡ് ടെക്സ്റ്റൈൽസിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ആ ലെജൻഡ് ടെക്സ്റ്റൈലിലോട്ട് പോകുന്ന പിന്നെ അവരോട് പറഞ്ഞാൽ മതി പത്മാവതി इधर से कितना दूर है? पद्मावती टेक्सटाइल मार्केट पद्मावती कितना दूर है? 60 रुपये लगेगा. 60 रुपीസ്. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു 50 രൂപ ആണ് ഇവിടുന്ന് പോകുന്നത്. 50-60 നമ്മൾ പോകുന്നത്. പക്ഷേ നമുക്ക് ഡ്രോപ്പ് നമുക്കുണ്ട്. എന്നെ വിളിച്ചാൽ മതി. അതേസമയം എന്നെ വിളിക്കുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്തായാലും. ഓക്കെ, അപ്പൊ എന്തായാലും ഇവര് പൊക്കോട്ടെ. നമുക്ക് അടുത്ത കാര്യങ്ങൾ പറയാം. അപ്പം ഇതാണ് സൂറത്ത് റെയിൽവേ സ്റ്റേഷന്റെ എക്സിറ്റ്. ഇതാണ് എക്സിറ്റ്. ഇവിടുന്നാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങേണ്ടത്. ഇവിടുന്ന് പുറത്തോട്ടിറങ്ങി ഇത് മിക്കവാറും ഉള്ളവരെല്ലാം ഈ ടെക്സ്റ്റൈൽ മാർക്കറ്റിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നവരാണ്. ഓക്കെ, അപ്പൊ പിന്നെ വേറെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ടെന്ന് പറയുക ഈ ഏജൻസിന്റെ ഭയങ്കര ശല്യമാണ്. നിങ്ങൾക്ക് ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഈ കാർഡുണ്ട്. ഓക്കെ, ഈ കാർഡുമായിട്ടായിരിക്കും ഞാനിവിടെ വരുന്നത്. ഈ കാർഡായിട്ടാണ് ഞാനിവിടെ വരുന്നത്. നിയമവാരി ടെക്സ്റ്റൈൽ മാർക്കറ്റിൻ്റെ ഈ കാർഡുമായിട്ട് ഞാൻ വരുന്നെങ്കിൽ അങ്ങനെയുള്ളവരെ മാത്രമേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാവൂ. അങ്ങനെ ഇപ്പം ഞാൻ കാർഡുമായിട്ട് വരും. ഞാനിപ്പോൾ കാർഡുമായിട്ട് നിങ്ങളെ കാണിക്കുകയാണെങ്കിൽ ഓക്കെ, നിയമവാരി ടെക്സ്റ്റൈൽ മാർക്കറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ കൂടെ വരാം. തീർച്ചയായിട്ടും വരാം. അല്ലാത്തൊരു അടുത്തേക്ക് പോകരുത്. കാരണം ഏജന്റിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഇപ്പൊ അന്തരീക്ഷം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് കുറവാണ്. ഇതൊന്നല്ല സൂറത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും കാണുമ്പോൾ നല്ല തിരക്ക് കൂടുതലുള്ള ഒരു സ്ഥലമാണ്. സാറാ ദർവാജ തक जाने का है, कोई मैन्युफैक्चर्स है क्या? कहाँ पे मिलेगा मैन्युफैक्चर्स? കണ്ടാ പേരാണ് എടുത്ത് പറഞ്ഞത്. അപ്പൊ
सारा दरवाजा है, जो मैन्युफैक्चरर का जो मिलता है മാനുഫാക്ചർ ജഗ പേ ജാനാ താ ആ कई फैक्ट्री ഈ പറഞ്ഞ പേരുകളൊക്കെ അവരുടെ ഏജന്റുമാരാണ് ഇവരൊക്കെ കേട്ടോ. കറക്റ്റ്. അതാണ് അതിനകത്ത് പറഞ്ഞത്. ഇവർക്ക് ഇതിനകത്ത് വേറെ കാര്യം കൂടെ പറയാനുള്ളത്, ഇവർക്ക് ഇവിടുന്ന് പൈസ കിട്ടുന്നുണ്ട്, ആ കമ്മീഷൻ കമ്മീഷൻ കിട്ടുന്നുണ്ട്. ആ ഒരു കമ്മീഷന്റെ പേര് മാത്രമേ അവരത് പറയത്തുള്ളൂ. അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള പേരുകൾ മാത്രമേ പറയത്തുള്ളൂ. അവിടെ കൊണ്ടുപോയി ഏതാണോ അതെ. ബാക്കിയുള്ളത് ഞാനൊന്നും പറയില്ല. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോകാം. നമുക്ക് നേരിട്ട് നമ്മുടെ നിയമവാരിയിലോട്ട് തന്നെ പോകാം. നിങ്ങൾക്ക് അത്യാവശ്യം എന്ത് കാര്യം വേണമെങ്കിലും ഞാനിവിടെ ഉണ്ട്, സൂറത്തിലുണ്ട്. അപ്പൊ പിക്കപ്പ് ഡ്രോപ്പിന്റെ ഓപ്ഷൻ ഉണ്ട്. ഈ 50-60 രൂപയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് നേരിട്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പൊ പോയാലോ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് പോകാം. മുകളിലാണ് കേട്ടോ മൊത്തം അൺസ്റ്റിച്ചഡ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷൻ താഴത്തെ ഫ്ലോർ ആണെങ്കിൽ മൊത്തം സാരീസിന്റെ സെക്ഷനാണ് വരുന്നത്. അപ്പൊ നമ്മള് സാരീസിന്റെ ഒക്കെ സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രിൻസ് ഭായി ആദ്യമേ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി ഓടിയാ സീറ്റ് പിടിക്കാനായിട്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, എന്താണ് വിശേഷങ്ങള്? അവിടെ വെച്ച് ചോദിച്ചത്, എന്നാലും വീണ്ടും ചോദിക്കാം. നിങ്ങളോടല്ല ചോദിച്ചാ, ഇങ്ങോരോടാ ചോദിച്ചത്. ഹായ്, कैसे हो? आपका नाम? अनूप शुक्ला. അനൂപാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നോക്കുന്ന നമ്മുടെ അനൂപാണ് ഈ ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് കുറച്ച് ഇങ്ങോട്ട് നീങ്ങി നിന്നിട്ട് നോക്കിയാലോ? നമുക്ക് രണ്ടുപേർക്കും ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കാം. അനൂപ് ഇന്നത്തെ എന്തെല്ലാം ഇവിടെ കാണിക്കാനുണ്ടോ അത് ഓരോന്നോരോന്നിട്ട് കാണിക്കും. നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കസ്റ്റമർ ആണ്. അടിപൊളി ഓക്കെ, നമ്മള് കസ്റ്റമർ ആണ്. കസ്റ്റമർ വരുമ്പോ സാധാരണ ഇങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്. കസ്റ്റമർ വരുന്നു, ഡയറക്റ്റ് അനൂപ് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് എന്റെ കസ്റ്റമർ വന്നാലും കേരളത്തിൽ നിന്ന് ആര് വന്നാലും അവർക്ക് ഇതാണ് എക്സ്പീരിയൻസ്. ഇവിടെ വരും, ഇങ്ങനെ ഇരിക്കും, അനൂപ് കാണിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു ചായയും ഭക്ഷണം ഇഡലി ഉണ്ട്, ദോശയുണ്ട്, എന്താ വേണമെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടും. അത് നമുക്ക് ഇങ്ങോട്ടും ശ്രദ്ധിക്കാം. നമുക്ക് അതെ, നമ്മൾ ഷൂട്ട് ആയതുകൊണ്ട് നമ്മൾ അത് കാണിക്കുക. പക്ഷെ കസ്റ്റമർ വരുമ്പോ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടാണ്. ഇത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇത് കോൺസാ കോട്ടൺ, कैमरिक कॉटन पे कैमरिक कॉटन पे आएगा. ओके, ഇത് कैमरिक കോട്ടണിലാണ് വരുന്നത്. ഇതിന്റെ ഹാൻഡ് വർക്ക് ഉണ്ട് ഇത്. ഓക്കെ, ഇത് दुपट्टा, ഇതിന്റെ ദുപ്പട്ടയാണ് ഈ 2.5 मीटर. 2.5 മീറ്റർ ഉള്ള ദുപ്പട്ടയാണ് ഇവിടെ കിട്ടുന്നത്. 2.5 മീറ്ററിന്റെ ദുപ്പട്ട, പാന്റിലും ഈ സെയിം വർക്ക് തന്നെ വരുന്നുണ്ട്. അതുപോലെ അൺസ്റ്റിച്ചഡ് കോട്ടൺ, अनस्टिच्ड कॉटन ആണ് ഈ കാണി. कैमरिक കോട്ടണിലാണ് ഈ വരുന്നത്. ഇപ്പൊ ഇത് ओके, इसका दाम कुछ बता सकते हैं थोड़ा सा? कितने से स्टार्टिंग है? वो तो 250 से स्टार्टिंग है. 250 രൂപയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇവിടെ ഉള്ളത്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, അൺസ്റ്റിച്ഡ് മെറ്റീരിയൽ നമ്മുടെ 250 രൂപയാണ്. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ടൊന്ന് മാറ്റാം. അടുത്തത് അടിപൊളി സംഭവം, അടിപൊളി ഒരു സംഭവമാണ്. ഓക്കെ, टॉप आएगा, इधर बॉटम हैंड वर्क का साथ में गला ഇതൊക്കെ എപ്പോഴും ഇവിടെ കിട്ടുന്ന സാധനങ്ങളാ. നമ്മൾ പറഞ്ഞ റിപ്പീറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഈ എപ്പം ഇത് കിട്ടിയിട്ട് നാട്ടിലോട്ട് ഇനി ഓർഡർ പോയിട്ട് വീണ്ടും ആവശ്യമുള്ളവർ വീണ്ടും പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വീണ്ടും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷെ ഇതിന്റെ വർക്ക് അടിപൊളിയായിട്ടുണ്ട്. റേറ്റ് ഒന്ന് സൂം ചെയ്തോട്ടോ. അടിപൊളി റേറ്റ്. ഇതന്നെയല്ല റേറ്റ്? അയ്യോ, റേറ്റ് ഇതൊന്നും അല്ല. ഇതേതാ റേറ്റ്? ഇതാണോ റേറ്റ്? ഇത് ഡി നമ്പർ നിങ്ങളുടെ നമ്പർ ആണല്ലേ? 350 ആണ്. 350 രൂപ 350 രൂപയേ ഉള്ളൂ. നല്ല കാണാൻ നല്ല രസമുണ്ട്, ഒരു കുഴപ്പമില്ല. അതിന് എല്ലാവർക്കും സംശയം വരുന്ന ഒരു അനൂപ് ഏക് ബാർ നമുക്കിത് 2.5 मीटर ഉണ്ടോ ഇല്ലയോ ഒന്ന് ജസ്റ്റ് ഒന്ന് 1.5 मीटर है क्या 2.5 मीटर है क्या ये चेक करने के लिए खोलना पड़ रहा था. हाँ, अब कितना मीटर है? 2.5 मीटर. 2.5 मीटर, 2.5 मीटर बोलो. 2.5 मीटर बोलो. 2.5 मीटर. अब इनको मलयाളം सिखाएगा हम लोग. ഓക്കെ, അതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു എല്ലാം കോട്ടൺ ആണ് നമ്മൾ ബേസ്. കാരണം വെച്ചാൽ കേരളത്തിൽ ഇനിയിപ്പം വരുന്നത് മെയിൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചൂടായിട്ടുള്ള കാലാവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും മഴക്കാലം, ജൂൺ മാസത്തോടെ. ഇവിടെ അതുപോലെ തന്നെ കേരളത്തിലെ സെയിം കാലാവസ്ഥയാണ്. ബോംബെയിലും സൂററ്റിലും കേരളത്തിലും എല്ലാം ഒരേപോലെയുള്ള കാലാവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമുക്ക് കോട്ടന്റെ കുറെ കാണാം. കോട്ടന്റെ കണ്ടിട്ട് ജോർജറ്റ് കാര്യങ്ങൾ അങ്ങനെ. ഇത് ജാം കോട്ടണിൽ വരുന്നതാണ്. യോക്കില് ഇങ്ങനെ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷനും കൂടിയാണ്. അധികം റേറ്റ് ഇല്ല, ഒരു 400-ന്റെ ഉള്ളിൽ ആ ഒരു റേറ്റ് ഒക്കെ വരുള്ളൂ. നമുക്ക് പുറത്ത് എന്തായാലും 800-1000 റേഞ്ചിന് പോകുന്ന സാധനങ്ങളാണ്. ഇവിടെ 350 രൂപയുള്ളൂ. 350 ഇത് സാറ്റൻ ജാം. സാറ്റൻ ജാം മെറ്റീരിയൽ. അതില് ബ്ലാക്കിന്റെ സെറീര വർക്കാണ് കേട്ടോ. ഇതിന്റെ ഇത് നോക്കെ അടിപൊളിയായിട്ടില്ലേ? പിന്നെ ഒരു ഫെസ്റ്റിവലിലൊക്കെ ഇടാൻ പറ്റും. നമുക്ക് ഒരു ഫാമിലിയുടെ ഒരു ഫംഗ്ഷനോ ബർത്ത്ഡേ ഫംഗ്ഷനോ അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻ ഇടാൻ പറ്റുന്ന ഒരു സൂട്ടാണ് ഈ സംഭവം. അതിലെല്ലാം വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാം സെപ്പറേറ്റ് പാക്കിംഗിലാണ് വരുന്നത് അല്ലേ? എല്ലാം സെപ്പറേറ്റ് പാക്കിംഗിലാണ് വരുന്നത്. പിന്നെ ഇനി വൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു കുറെ പേരുണ്ട്. അവർക്ക് ഇതാ പിടിച്ചോ. അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ എങ്ങനെ ഇരിക്കുന്നത്? ഇതില് ത്രെഡ് വർക്ക് ഉണ്ട്. ഫുൾ ത്രെഡ് വർക്കാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ത്രെഡ് വർക്ക്, ഇത് പ്രിന്റാ. പക്ഷെ അല്ല, നമ്മുടെ രാഷ്ട്രീയക്കാർ ഇടുന്ന പോലുള്ള ആ ഒരു കതറിന്റെ ഒരു സുഖമുണ്ട്. ഖദറിന്റെ
കറക്റ്റ്. ഖദറിന്റെ വേണമെങ്കിൽ ഖദറിന്റെ ദുപ്പട്ടയുണ്ട്. ദുപ്പട്ടയും ആ ഒരു ഖാദി कॉटन ഖദർ ടൈപ്പ്. कदर टाइप खादी कॉटन भी बोलते हैं। खादी कॉटन फैब्रिक का नाम है। हाँ फैब्रिक खादी कॉटन पे है, जाम पे बॉटम आएगा इसका हाँ और खादी कॉटन पे दुपट्टा आएगा। हाँ खादी कॉटन കോട്ടണിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിന്റെ ജാം കോട്ടൺ ആണ് ഇതിന്റെ പാന്റ് വരുന്നത്. പാന്റ് വരുന്നത്. ഓക്കെ, പാന്റ് ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. അതിനകത്ത് പ്രശ്നം ഇതിന്റെ അകത്ത് തന്നെയാണ് പാന്റ് ഉള്ളത്. ഇതാണ് പാന്റ്, ഫുൾ പ്യുവർ വൈറ്റ് എന്ന് വെച്ചാൽ തേച്ച് ഇങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ നിക്കണ പോലെ. പക്ഷെ ശരിക്കും പൊളിറ്റിക്സിന്റെ പേരൊന്നും പറയാൻ പാടില്ല. പക്ഷെ എന്നാലും നമ്മൾ അതൊക്കെ തുണി കണ്ടപ്പോ പറഞ്ഞതേ ഉള്ളൂ. അതെ, ആരും ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നല്ല. ലാസ്റ്റ് പറയും നിങ്ങൾ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞ അങ്ങനെയൊന്നല്ല. നമ്മള് നമ്മള് ആ ഒരു ഒക്കേഷനൊക്കെ ഇടാൻ പറ്റിയ എന്നെ മാത്രം ഉദ്ദേശിച്ചാ പറഞ്ഞു. പിന്നെ ഗുഡ് ഫ്രൈഡേ അങ്ങനത്തെ സംഭവങ്ങളല്ല. ഇത് വിചിത്ര സിൽക്ക് ആണ് അതല്ലല്ല. കോൺസാ जाम कॉटन हैंड वर्क അടിപൊളി സാധനങ്ങളാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു സാധനം. इधर कॉन्ट्रास्ट दुपट्टा। अच्छा मेरा एक ये बात है, अगर रिपीट अगर कस्टमर पूछ रहे ये चाहिए तो मिलेगा? मिल जाएगा ना? मिल जाएगा. ഇപ്പൊ ഞങ്ങൾ കസ്റ്റമർ ആയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ശരിക്കും പ്രിൻസ് ഏട്ടൻ ഇവിടുത്തെ ആള് തന്നെയാണ്. कॉन्ट्रास्ट दुपट्टा आएगा। കോൺട്രാസ്റ്റ് ദുപ്പട്ട, സീക്വൻസ് വർക്ക്, അതിൽ ലേസിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വർക്കിന്റെ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. पैंट भी कॉन्ट्रास्ट आएगा ना? पैंट नहीं कॉन्ट्रास्ट पे नहीं आएगा, दुपट्टा कॉन्ट्रास्ट पे आएगा। हाँ पैंट सेम टोन टू टोन आएगा। ഇതാണ് പാന്റ് വരുന്നത്. ഇങ്ങനെയായിരിക്കും. അല്ല നമ്മളതൊന്ന് നോക്കണം, ഇത് ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള മനസ്സിൽ സങ്കല്പം. ഇതൊക്കെ മേടിക്കാനായിട്ട് എങ്ങനെ മേടിക്കണം, എങ്ങനെയാണ്? വീഡിയോ കോൾ ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഇത് ഇങ്ങനെ നമ്മളിപ്പോ ഇരിക്കുന്ന പോലെ തന്നെ ഞാൻ ഇങ്ങനെ ക്യാമറ ഓടിച്ചോണ്ടിരിക്കും. ഇങ്ങനെ ഇങ്ങനെ ഞാനിങ്ങനെ ആളവിടെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. വീഡിയോ കോൾ कैसा कर रहे हो वो दिखा रहे हैं। हाँ वीडियो कॉलिंग ऐसे ഇങ്ങനെ വീഡിയോ കോൾ वन करके फैब्रिक दिखाएंगे, എല്ലാം കാണിച്ചോണ്ടിരിക്കും. ഇഷ്ടമുള്ള യെസ് ഓർനോ കാണിക്കുക, എടുക്കുക, തീർന്നോ, ബെല്ലടിക്കുക, പേയ്മെന്റ് ചെയ്യുക, അയക്കുക. എത്ര ദിവസം പിടിക്കും നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്താൻ? ഒരു 5 തൊട്ട് 6 ദിവസം അതിക്കുള്ള എടുക്കത്തില്ല. 5 തൊട്ട് 6. ഇത് COD ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുക. എന്റെ പൊന്നെ, നിങ്ങൾ ഈ കാണിക്കുന്ന എന്താണോ ഈ കാണിക്കുന്നത് ഇതുപോലെ തന്നെ മടക്കി അങ്ങ് വെക്കുക. നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ഞാൻ പറയട്ടെ, ഞാനൊരു ദൈവവിശ്വാസിയാ. ഞാനിപ്പോ നമ്മുടെ പള്ളിയിൽ പോയിട്ട് വന്നിരിക്കുന്ന ഒരു വേഷം. ഇത് ഞായറാഴ്ചയാണ്. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നിരിക്കുക. നമ്മൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. നമ്മൾ കള്ളത്തരം കാണിച്ചിട്ട് എന്തോ ചെയ്യാനാ? ഇതിങ്ങനെ ഇതിപ്പോ നമ്മൾ ഇത് കാണിച്ചിട്ട് വേറെ 250 രൂപ തുണി വെച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. നിങ്ങൾ എന്ത് ആവശ്യപ്പെടുന്നോ, നിങ്ങൾ എന്ത് കാണിച്ചിട്ട് അത് വേണോന്ന് പറഞ്ഞാൽ ചിലവരുണ്ട്, മലയാളികളുണ്ട്, കുറഞ്ഞ വിലയിലുള്ള എന്തെങ്കിലും ഉണ്ടോ, കുറഞ്ഞ വിലയിലുണ്ടോ, അവിടാണ് നിങ്ങൾക്ക് അടി പറ്റുന്നത്. ഏതാ മനസ്സിലായോ? 200 രൂപയുടെ 250 കുറഞ്ഞ വിലയിൽ എടുത്തുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് അടി പറ്റും. ഒരു 280 രൂപയ്ക്ക് മേളിലുള്ള ഏത് സാധനം 280 രൂപയുള്ള എടുക്കുന്ന സാധനം എല്ലാം നല്ല അടിപൊളി സൂപ്പർ സാധനങ്ങളാണ്. ഓക്കെ, അത് ഞാൻ എഴുതി തരാം. വീഡിയോ കോളിന്റെ പ്രശ്നം തീർന്നു. അതുപോലെ തന്നെ നേരിട്ട് വരണവർക്ക് നേരിട്ട് വരാം. 280 वाला था ना, वो एक बार दिखा था. 280 का मैंने एक बात बोला अभी. 280 260 280 സോറി 280 ഇത് കാറ്റലോഗ് ഐറ്റം है. ഇത് കാറ്റലോഗ് ഐറ്റം ആണ്. അതിന്റെ ഞാനൊന്ന് പറയാം, ഈ തുണി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. 8 കളർ 8 ഡിസൈൻ. 8 കളർ 280 രൂപ ഉള്ളൂ. ഇവനും പഠിച്ച പോലെ 8 കളർ 8 ഡിസൈൻ ഫുൾ. എങ്ങനെയുണ്ട് ഇത്? ഇത് കുഴപ്പമില്ല. ഇത് 280 രൂപയ്ക്ക്. അതാ ഞാൻ പറഞ്ഞ, കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും ചിലവർ വിളിക്കുന്നവരുണ്ട് 140 50 60 നമ്മൾ പറയാൻ പറ്റുമോ അത് എടുക്കണ്ട അങ്ങനെയുള്ള, മനസ്സിലായില്ലേ? ആ ഏത് വിലയാണോ ആ വിലക്കുള്ള ഗുണം കിട്ടും എന്നേ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ 280 രൂപയാണ്. 250 8 കളറുണ്ട്, 8 ഡിസൈൻ ഉണ്ട്, സൂപ്പർ സാധനങ്ങളാണ് 280 രൂപ കിട്ടുന്നത്. अभी थोड़ा सा 280 का ही दिखा देना क्वालिटी थोड़ा सा. ये वाला स्टार्टिंग प्राइस दिखा देते हैं अपने. स्टार्टिंग प्राइस कितना का बोला आपने? 60 रुपीस. 60 രൂപയുള്ളൂ. ഇനി അത് ഇവിടെ കിട്ടും, കിട്ടത്തില്ലെന്നല്ല. പക്ഷെ അത് മേടിക്കണത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങളുടെ ചോയ്സ് ആണ്, അത് നിങ്ങളുടെ ചോയ്സ് ആണ്, ഇല്ലേ? അതെ, इनका चॉइस है, आपको लेना है कि नहीं. आपको लेना है प्राइस है. अपने पास स्टार्टिंग प्राइस है 60 रुपीस से स्टार्टिंग है. 60 ये कपड़ा 60 രൂപയ്ക്കാണെങ്കിൽ 60 രൂപയുടെ കപ്പട ആയിരിക്കും, ക്രേപ്പിലായിരിക്കും. അപ്പൊ 60 രൂപ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിനെ പറ്റിയും കുറ്റം പറയല്ല. മേടിക്കേണ്ടവര് 60 രൂപ എന്ന് പറയുമ്പോ അതിന്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇതിൽ എനിക്ക് തോന്നുന്നു ദുപ്പട്ട ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ദുപ്പട്ടയില്ല. ഇത് ടോപ്പ്, ഇത് ബോട്ടം, അങ്ങനെയായിട്ട് കോൺട്രാസ്റ്റിൽ വരുന്നതാണ്. 60 രൂപയ്ക്ക് ഇത്രയ്ക്ക് അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് തയ്ക്കാം, വലിയ ആൾക്കാർക്കൊന്നും. അത്രേ ഉള്ളൂ. ഇതിപ്പോ കുറച്ച് കാശ് കൂടുതൽ കൊടുത്താൽ എന്നാൽ അതല്ല അടുത്തത് ഈ കൊണ്ട് 200
240 240 ഇതും നല്ലൊരു തുണിയാണ്. 240 രൂപയ്ക്ക് നല്ലൊരു തുണിയാണ്. सीक्वेंस का गला आएगा पूरा. ഇത് നല്ലതാണ് കേട്ടോ. 240 രൂപയുടെ നല്ലൊരു തുണിയാണ്. അതിന്റെ ബാട്ടിക് പ്രിന്റിലെ दुपट्टा ദുപ്പട്ടയും കിട്ടും. ദുപ്പട്ടയുണ്ട്, അതും നല്ല വലിപ്പമുള്ള ദുപ്പട്ടയും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ 240 അത്യാവശ്യം വലിയ അത്യാവശ്യം കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞ ഒരു റേഞ്ച് നമ്മുടെ ഒരു ഇപ്പൊ ഇതിന്റെയും ലെങ്ത് വിടുത്ത് ഇപ്പൊ നിങ്ങൾ നേരത്തെ 60 കണ്ടൂല, ഇനി ഇതിന്റെയും കൂടി ഒന്ന് നോക്കി നോക്കാം എത്രയാണ് വലിപ്പം. लेंथ प्रॉपर 5 एक्सएल तक हो जाएगा. 5XL വരെ ആവുന്നാണ് പറഞ്ഞത്. എന്തായാലും ഇത് ഇങ്ങനെയാണ്. എന്തായാലും വലിപ്പം അത്യാവശ്യം ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ 240 ഉള്ളൂ കേട്ടോ ഇതിന്റെ റേഞ്ച്. ഇതില് ബോട്ടം വരുന്നത് ഈ ഒരു സംഭവം, ഈ ഷെയ്ഡ് കേട്ടോ, പ്രിന്റഡിൽ വരുന്നത്. അപ്പൊ പ്രിന്റഡിൽ തന്നെ നമുക്ക് 240 കിട്ടുന്നത്, അതും വിത്ത് ദുപ്പട്ടയും. ഇനി വൈറ്റ് एकदम मस्त वाला. അപ്പൊ ഇവനാണ് ഈ സെക്ഷൻ മൊത്തം നോക്കുന്നത്. മൊത്തം അനൂപാണ്. അപ്പൊ വൈറ്റില് जर्कन वर्क आएगा. അടിപൊളി. ഇതാണ് കേരളത്തിന്റെ അടിപൊളി ടേസ്റ്റ് ആണ് ജർക്കൻ വർക്ക്. അതിൽ ചെറിയ ചെറിയ ട്രാൻസ്പെറന്റ് സീക്വൻസും ഉണ്ട്. सिपली वर्क बोलते हैं इसको. सिपली वर्क करके बिकता है ये. അതുപോലെ ഇത് അടിയിൽ ഇങ്ങനെ തമ്മലിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റോണൊക്കെ ഇത് കുറച്ച് നാൾ കഴിഞ്ഞാൽ കറക്കും. അങ്ങനൊന്നുമില്ല, ഞാൻ കൊണ്ടുപോയി യൂസ് ചെയ്തിട്ടുള്ള, അതുകൊണ്ടാണ് പറയുന്നത് ഇത് കറക്കത്തില്ല. ഞാൻ കൊണ്ടുപോയി യൂസ് ചെയ്യുന്ന ഭാര്യക്കാണ്. ഇത് ദുപ്പട്ടയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. കേരളത്തിന്റെ അതേ തനിമയിലുള്ളത്. ഇത് എവിടെ ये तो हमारा यहाँ का सेम टेस्ट है. കേരള ടേസ്റ്റ്. इसका केरला में मेरा पार्सल टू पार्सल जाता है. ഒരുപാട് പോകുന്നുണ്ട് കേരളത്തിലോട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഇത്. അതായത് നമ്മുടെ വിഷുവിനായാലും എല്ലാ ഫെസ്റ്റിവലും, ഓണമായാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും എവിടെ വേണമെങ്കിലും ഉടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് കേരള തനിമ. ഇപ്പൊ ഞാൻ കൊടുത്തു കാണിച്ച കേരള തനിമ തന്നെയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. കേരള തനിമ തന്നെയാണ്. അതുകൊണ്ട് ഇത് എടുക്കാൻ വേണ്ടിട്ട് തന്നെ നാളെ തന്നെ വിളിക്കണം കേട്ടോ. ഈ വീഡിയോ ഇട്ട ഉടനെ വിളിക്കുക. പെട്ടെന്ന് സെയിലായി പോണ ഒരു സംഭവം കൂടിയാണിത്. ഇനി കുറച്ച് ജിഗ്ജാക്ക് ആയിട്ടുള്ള ഐറ്റംസും കാണാം നമുക്ക്. ഇത് ജിമ്മിച്ചുല് ഫുൾ ത്രെഡ് വർക്ക്. मतलब घड़ी से तेज चल रहा है अभी मार्केट में ജിമ്മിച്ചു ഇപ്പൊ നല്ല മൂവിങ് ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് ജിമ്മിച്ചുവിന്റെ. സൈഡിൽ ഇങ്ങനെ സ്കാലപ്പിന്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. ഇത് ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു തയ്യലും കൊടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ കീറിക്കിടക്കുക അങ്ങനെ സംഭവമൊന്നുമില്ല. തയ്ച്ച് നല്ല ക്ലിയർ ആയിട്ട്. പിന്നെ ഇത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് തയ്ച്ചിരുമ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു ഭംഗി നമുക്ക് ഉണ്ടാവും. ഇതാണ് ഓവറോൾ വർക്ക്. ഇതിൽ इसमें कितना कलर्स आएगा भैया? ये पैकेट जरा पैकेट दिखा दो जरा. ഇപ്പൊ ഈ പാക്കിംഗ് കാണണ്ടാണ്. നമ്മളെ പൗച്ചിലാണ് വരുന്നത്. സാധാരണ പാക്കിംഗ് അല്ല. इसमें 4 कलर की मैचिंग आएगी. चार्ट तीनों मिल जाएगा. പാക്കിംഗ് ആണ് നല്ല രസമുള്ള ഒരു പാക്കിംഗ് ആണ്. അതെ, 4 കളറിന്റെ പാക്കിംഗ് ആണ്. 4 കളറിന്റെ പാക്കിംഗ്, അതും നല്ല സിബ്ബർ പാക്കിംഗിലാണ്. സൂപ്പർ സംഭവങ്ങളാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനങ്ങളാണ് ഇത്. അഞ്ഞ് 4 കളർ കാണിച്ചത് ഈ 4 കളർ മൊത്തം എടുക്കണം കേട്ടാ. അങ്ങനെ സംഭവം ഉണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് ഓർപ്പിച്ചെന്ന്. അതൊന്ന് പറഞ്ഞു കൊടുത്തത് ഇത് എങ്ങനെയാ സംഭവം എന്നുള്ളത്. ഇത് നമുക്കിപ്പോ ഒരു സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോ 4 കളറിന് വേണ്ടിയിട്ട് ആരും വിളിക്കരുത്. വിളിക്കുവാണെങ്കിൽ കുറഞ്ഞൊരു 10,000 രൂപയ്ക്കെങ്കിലും എടുക്കണം. അത്ര എടുത്തേ പറ്റൂ. ഇനിയിപ്പോൾ ആൾക്കാർക്ക് ഓക്കെ, ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചാണ്. ചിലർക്ക് വിശ്വാസം ഇല്ലെന്നേ. വിശ്വാസത്തിൻ്റെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞ എന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം എന്നെ പൂർണ്ണമായിട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് 10,000 രൂപയ്ക്കെങ്കിലും കുറച്ചെടുക്കുക. ചിലവരുടെ ഈ പൈസയുണ്ട്, പക്ഷേ വിശ്വാസമില്ല. ഞാനൊന്ന് നോക്കട്ടെ ആദ്യം എടുത്തൊന്ന് എന്നൊക്കെയാണ് പറയുന്നത്. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണ്ട? അതിന്റെ ഒരാവശ്യവും ഇല്ല. ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടിട്ട് അങ്ങനെ കുറച്ച് സാമ്പിൾസ് പോലെ അങ്ങനെ സെറ്റ് അയച്ചു കൊടുക്കാൻ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ക്വാളിറ്റി ചെക്കിങ്ങിന് ഒരു സാരി അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? അങ്ങനെയും പറയുന്നവരുണ്ട് മലയാളികള്. ഒരു സാരി ഞാൻ ഉദ്ദേശിച്ച സെറ്റ് ആയിട്ട് അങ്ങനെ അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു സെറ്റ് ഇപ്പൊ ഇതിപ്പം ക്വാളിറ്റി ചെക്കിങ്ങിന് ഇതിനിപ്പം ഒരു സെറ്റായിട്ട് വേണം എന്ന് പറഞ്ഞ് ഞാൻ അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു ക്വാളിറ്റി ചെക്കിങ് അത് കഴിഞ്ഞിട്ട് അവർക്ക് എടുക്കാം. ഈ ആദ്യമേ പിന്നെ വേറെ കാര്യമുണ്ട്. ഈ ക്വാളിറ്റി ചെക്കിങ്ങിന് എടുക്കുന്നവരില്ല 60 രൂപയുടെ സാധനം പറഞ്ഞാൽ ആ ക്വാളിറ്റി അപ്പൊ നിയമമാരി മൊത്തത്തിൽ അതാണ് സംഭവം. എന്നങ്ങ് ഒരു മാർക്കറ്റ് കളയുന്നവരും ഉണ്ട് മലയാളികൾ. ഒരു ഇൻഡു മാർക്കറ്റ് നിയമമാരിയിൽ കൊള്ളത്തില്ല, സാധനം ഒന്നും കൊള്ളത്തില്ലെന്നും പറഞ്ഞ് എടുക്കുന്ന എന്തോയിരിക്കും? ഇല്ല വെറും ഇല്ല സാധനമായിരിക്കും. ഈ മൊത്തം കുറഞ്ഞ സാധനം മതി. കൂടിയ സാധനം ഇച്ചിരി കൂടെ കൂടുതൽ സാധനം എടുക്കുന്ന പറഞ്ഞാൽ എടുക്കത്തേ ഇല്ല. अब शर्की बना 60 रुपीज से कितना तक जाएगा आपका रेट? 60 रुपीज से 1000 तक. हाँ, ഇത് കാണിച്ചിട്ടില്ല നമ്മൾ. അപ്പൊ 1000 ഉള്ളിലുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട്. 60 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നത്. ഇതും ഒരു പാർട്ടി വെയർ ഡിജിറ്റൽ ദുപ്പട്ട. इधर डिजिटल पे दुपट्टा आएगा, पूरे पे कसीदा वर्क आएगा.
ये पूरे क्या नाम बोलते हैं इसको? कसीदा वर्क। कसीदा वर्क। कसीदा वर्क, ഈ कसीदा वर्क पे हैंड वर्क का काम आएगा पूरा गले पे। ഓക്കേ, കസീദ वर्क। അപ്പൊ പുതിയൊരു हमारे एक कपड़ा था ना शहनवाज करके, हाँ वो भी एक बार दिखा। हाँ, ये कपड़े का क्या नाम बोलते हैं? जाम कॉटन। ജാം കോട്ടൺ। जाम कॉटन पे कसीदा वर्क आएगा, गले पे हैंड वर्क का काम आएगा അപ്പൊ ജാം കോട്ടൺ, അതിൽ കസീദ വർക്ക്, അതിൽ ഹാൻഡ് വർക്കും കൂടി കേട്ടോ. और डिजिटल पे दुपट्टा। ഇതാ ഡിജിറ്റൽ പ്രിന്റില്, അതിലും സൈഡിൽ ചെറിയ വർക്ക് കൂടി. ഇതിലും കളേഴ്സ് അവൈലബിൾ. പേസ്റ്റലാണെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സ്, ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക്. കുറെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയുണ്ടല്ലോ, വേറെ പല പല പ്രിന്റുകൾ ഇതിനകത്ത് കാണും. കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ രസം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം, അതിനെ മേടിക്കണം. അതെ അതെ അതെ, ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കാണ്ട് ഇങ്ങനെ നമുക്ക് ഇരുന്ന് വീഡിയോ കൊള്ള ഓരോന്നോരോന്നല്ല, പെട്ടെന്ന് കാരണം കുറെ സംഭവം ഇവിടെ. പിന്നെ ഇത് മാത്രമല്ല, ഇത് കൂടാണ്ട് നമുക്ക് റെഡിമെയ്ഡ് കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പോലത്തെ റെഡിമെയ്ഡ് 3 പീസിന്റെ കോൺസെപ്റ്റ് ഒന്നെണ്ണിച്ചെന്ന് കാണിച്ചോളൂ. അത് അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇതാണ് ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിപ്പോ സിൽവറിലാണ്, ഇതിൽ തന്നെ ഗോൾഡ് വരുന്നുണ്ട്. എന്തായാലും അടിപൊളി ഒരു ലുക്കാണ്. എന്നിട്ട് ദുപ്പട്ടയും കണ്ടോ, ഫുൾ കടാ. അപ്പൊ ഇത് ടോൺ ടു ടോണിൽ വരുന്ന ഒരു കളക്ഷൻ അല്ലേ? അതെ, എവിടെ ഇരുന്നിട്ട് ഇതിന്റെ സുഖം പിടിച്ചു സോഫയിൽ. കസ്റ്റമറൊക്കെ വരുമ്പോഴേ ഇതുപോലെ ഇരുന്നിട്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തുണിയാണ്. ഇത് നല്ലൊരു തുണിയാണ്. നല്ല എങ്ങനെയുണ്ട് ഇതിന്റെ തൊട്ടൊന്ന് നോക്ക്, ടച്ച് ഒന്ന് നോക്ക്. ഇത് സോഫ്റ്റ് ആണ്, റയോൺ റയോണില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ആട്ടോ, കുറച്ച് പ്രീമിയം जैसा। और पूरे पे सिरोस्की का काम आएगा, गले पे सिरोस्की आएगा, दामन पे भी सिरोस्की का काम आएगा। शिफॉन पे दुपट्टा है, ഷിഫോണിലായിരിക്കും ഇതിന്റെ ദുപ്പട്ട വരുന്നത്. അപ്പൊ റയോണിന്റെ ഇങ്ങനെ ഫുൾ പ്രിന്റഡ്. ഇത് എടുത്തോണ്ട് പോരെല്ലാം വീണ്ടും എന്നോട് ആവശ്യപ്പെട്ടൊരു തുണിയാണിത്. വീണ്ടും റിപ്പീറ്റ് സ്റ്റോക്ക് വെക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതില് പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട പ്ലെയിൻ ആണ്. പിന്നെ വീണ്ടും പറയുകയാണെങ്കിൽ ഇത് സൂറത്താണ്, ഹോൾസെയിൽ ആണ്, സിംഗിൾ പീസിന് വിളിക്കരുത്. ഇത് ഇടയ്ക്ക് വിളിച്ച് പറയുന്ന വെച്ചാലേ എത്ര നമ്മൾ പറഞ്ഞാലും റീറ്റെയിലിന്റെ ഒരു വിളി റീറ്റെയിലിന്റെ വിളി ഇഷ്ടം പോലെ. ഇന്നലെ തന്നെ എനിക്ക് 6 കോള് വന്നു നിങ്ങളുടെ വീഡിയോയുടെ പഴയ വീഡിയോയുടെ. ഇന്നലെ തന്നെ പണ്ടത്തെ അത് 1 വർഷത്തിന് മുമ്പുള്ള വീഡിയോ ആണ്, എന്നാലും ഇപ്പോഴും കോള് വരുന്നുണ്ട്. സിംഗിൾ പീസ് കിട്ടുമോ പറഞ്ഞിട്ട് കാര്യമില്ല, നെയ്മോരിലത്തെ കളക്ഷൻ അതല്ലേ. അതെ അതെ തീർച്ചയായിട്ടും. ഇതും നല്ലൊരു വർക്ക്. ഇതും റയോൺ प्रिंट पे हैंड वर्क आएगा, पूरे बीच में धागे का कढ़ाई है। പ്രിന്റ് എംബ്രോയിഡറി വർക്ക്. ഇത് നമ്മൾ എന്തെങ്കിലും ഇതാണെന്നുള്ളത് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് പറഞ്ഞേ അവിടെ ഒരു എംബ്രോയിഡറി വർക്കും ഉണ്ട്. വർക്ക് വരുന്നുണ്ട്, കല്ലിന്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ എന്തായാലും കളർ വൈസ് അടിപൊളി, കോമ്പിനേഷനും സൂപ്പർ. ഇതില് ദുപ്പട്ട അതെ ജോർജറ്റില് ത്രെഡില് സീക്വൻസ് വർക്ക് അങ്ങനെയൊക്കെ അടിപൊളി. ആ നൂല് വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? അതെ അതെ. അപ്പൊ ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കളക്ഷൻ പോലെ കാണാം, ഇഷ്ടം പോലെ. അടിപൊളി വേറെ സംഭവം, എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം. അതെ, കളർ അടിപൊളി അതിന്റെ അടിപൊളി. രക്ഷയില്ല. जॉर्जेट पे आएगा डिजिटल प्रिंट। जॉर्जेटिल डिजिटल प्रिंट है। ഇതിന്റെ ലൈനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ലൈനിങ് के साथ आएगा, लाइनिंग के साथ विद लाइनिंग। അതുപോലെ തന്നെ ഇതില് ദുപ്പട്ട നമുക്ക് ഒരു രക്ഷയില്ല. നെറ്റിന്റെ ദുപ്പട്ട ഒരു രക്ഷയില്ലാത്ത ദുപ്പട്ടയാണ്. ഫുൾ ത്രെഡ് വർക്കിന്റെ. ഇത് കളറും അടിപൊളിയാണ് കേട്ടോ. നല്ല ഇതിന്റെ എല്ലാം കളേഴ്സ് അവിടെ അതൊക്കെ കാണാൻ പറ്റുന്നത്. ഇതാണ് അതിൽ ആ മഞ്ഞ കളർ. ഓ, എന്റെ ഫേവറേറ്റ് കളറാ. നല്ല ഇട്ട പോലെ ഇരിക്കുക. അത് നല്ല കളർ കോമ്പിനേഷൻ അതിന്റെ. അതെ. പിന്നെ പാകിസ്ഥാനി ടൈപ്പ് एक लास्ट वैरायटी ये दिखा देते हैं। ये चीज भी अपना केरला में खूब जा रहा है अभी। अच्छा, ഇതും ഫുൾ ഇങ്ങനെ ചെറിയ ചെറിയ ഡിജിറ്റലിന്റെ വർക്ക് ആയിട്ട്. इसमें भी सिपली वर्क ना? सिपली वर्क, डिजिटल प्रिंट, ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഇങ്ങനെ വർക്ക്. ദുപ്പട്ടയാണ് ഇതിന്റെ ജാൽ വർക്ക് ദുപ്പട്ട ആയേगा। ജാൽ വർക്ക്. അതിലെ ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തുമാത്രം ബുദ്ധിമുട്ടായി. നമുക്കൊരു നൂല് കുരുക്കാൻ വേണ്ടിട്ട് വരെ നമുക്ക് പാടാം. അതെ, ഇതൊക്കെ മെഷീനിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. പടപടാന്ന് പറഞ്ഞത് 5 മിനിറ്റ് കൊണ്ട് സംഭവം റെഡി. ഇനി അടുത്ത കളക്ഷൻ पाकिस्तानी पाकिस्तानी प्योर पाकिस्तानी जो बोलते हैं वो चीज है। सेमी पाकिस्तानी भी मिल जाएगा आपको। यहाँ पे प्योर का आपको दिखा रहे हैं। ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. പ്യുവർ പാകിസ്ഥാനി സെമി പാകിസ്ഥാനി സെമി സ്റ്റിച്ച് ആണ് ഇത്. സെമി സ്റ്റിച്ചഡ് ആണ്. ഇതില് നമുക്ക് ഹാൻഡിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. സ്ലീവിന്റെ പോർഷനിലും വർക്ക് ഉണ്ട്. ഇതാണ് ഇതിന്റെ കൈയും കാര്യങ്ങളൊക്കെ. കൈയും കാലില്ല കേട്ടതിൽ, കാലടിയില്ല. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട നോക്കിയാ അടിപൊളി ഒരു ദുപ്പട്ട. ഇങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് അല്ലെ. ഈ ദുപ്പട്ടയുടെ മെറ്റീരിയൽ അല്ല, ഇത് നല്ല അടിപൊളിയാണല്ലോ ഇതിന്റെ മെറ്റീരിയൽ.
തുണി നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോ തന്നെ നമ്മൾ ചില സാരികളിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ കുർത്തീസിലൊക്കെ ഞാൻ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നേവമാരി മാത്രമേ കണ്ടിട്ടുള്ളൂ. കണ്ടിട്ടുള്ളൂ. അത് സോഫ്റ്റ്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബ്രാൻഡഡ്. ഇനി ഇതൊക്കെ പോട്ടെ, ഇതിന്റെ കൂടുതൽ കുഞ്ചലും ഉണ്ട് കേട്ടോ. കണ്ടോ അത് മറക്കണ്ട. അത് മറക്കണ്ട. अब ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട് ഒക്കെ ये सब आएगा जो है कॉन्ट्रास्ट में ही आएगा ना കളർ हाँ इसमें कॉन्ट्रास्ट पे ही आएगा हाँ ഇത് इधर 4 कलर അല്ല അങ്ങനെയാണെങ്കിൽ ക്യാമറ ഒന്നും പോയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കാണിക്കാം. ഇത് ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ എല്ലാം തയ്ച്ചിട്ട് വരുമ്പോഴത്തേക്ക് ലുക്ക് വൈസ് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് കാണിക്കാം. ഇതിന്റെ ഇപ്പൊ കോൺട്രാസ്റ്റിലാണ് വരുന്നത്. ഇത് ഗ്രേ ഷെയ്ഡില് ഈ ഒരു പീച്ചിന്റെ കോമ്പിനേഷൻ ഇങ്ങനെ ഇരിക്കും. ലുക്ക് വൈസ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ തയ്ച്ച് അത് ഫുൾ സ്ലീവിനുള്ള തുണി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ സ്ലീവ് ആണെങ്കിൽ ഫുൾ സ്ലീവ്, 3/4 ആണെങ്കിൽ 3/4 ഷോർട്ട്. അത് പാകിസ്ഥാനിക്ക് പറയുമ്പോൾ ഫുൾ സ്ലീവ് ആയിട്ട് ഇട്ടാൽ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ? സൂപ്പർ അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പൊ ഈ പാകിസ്ഥാനി സ്റ്റൈൽ ഉണ്ട്, അതും സെമി സ്റ്റിച്ചിലാണ് വരുന്നത്. ഇനി അടുത്തത് ब्लैक स्पेशल ब्लैक लवर्स के लिए ब्लैक तो सबको पसंद है. അടിപൊളി അടിപൊളി ഒരു സ്റ്റൈൽ അല്ലേ? അടിപൊളി ഒരു ലുക്ക് ആയിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രീമിയം റേഞ്ച് ആണ്. ഇതിന്റെ പാകിസ്ഥാനി സ്റ്റൈലാണ്. അതുകൊണ്ട് അതിന്റേതായിട്ടുള്ള പാകിസ്ഥാനി വിളിച്ചിട്ട് 350 രൂപയ്ക്ക് പാകിസ്ഥാനി ഉണ്ടെന്ന് ചോദിക്കില്ലേ? അങ്ങനെയല്ല. അപ്പൊ ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പുറത്തൊക്കെ നമുക്ക് 3000 ആ റേഞ്ചിന് കിട്ടുന്ന ഐറ്റം ആണ്. അപ്പൊ അതിന്റെ പകുതി റേറ്റ് വരുന്നുള്ളൂ. അപ്പൊ ഏകദേശം കത്തിയ ആൾക്കാർക്ക് 3000 ആണ്. ഇതാണ് അതിന്റെ ഒരു പകുതി റേറ്റിന് കൊടുക്കാം. കറക്റ്റായിട്ട് റേറ്റും പറയണം. നമുക്കൊരു ചെറിയൊരു ഫുൾ ആയിട്ടുള്ള കാര്യം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പറയാം എന്തിനാ നിങ്ങൾ റേറ്റ് പറഞ്ഞു, ഞങ്ങൾക്ക് വിൽക്കാനുള്ളതല്ല. എങ്ങനെ മാർജിനിട്ട് നല്ല AC ഒക്കെ അങ്ങോട്ട് വെച്ച് ലൈറ്റ് ഒക്കെ അങ്ങോട്ട് ഇട്ട് ഒരു പാട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് 3000 രൂപ. കറക്റ്റ് അല്ലേ? സത്യം. പെണ്ണുങ്ങൾക്ക് പിന്നെ അത് കണ്ടാ മതിയില്ല. ഇത് വലിയ വലിയ കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണ് തള്ളാണ പോലത്തെ സംഭവം. सेमी പാകിസ്ഥാനി സ്റ്റൈലിൽ വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. ഇതിലും ഫുൾ ഇതുപോലെ തന്നെ ഒരു ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിങ്ങും സ്റ്റോണിന്റെ ഡീറ്റെയിലിങ്ങും ജോർജറ്റ്, പ്യുർ ജോർജറ്റ്. ഇതിനകത്ത് കൈയും കാലിലെല്ലാം വേറെ ഫോക്സ് ജോർജറ്റ് കണ്ടോ? സെമി സ്റ്റിച്ചഡ് പോലെ എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിലും ആ ഒരു വർക്ക് ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് കണ്ടോ? ഫോക്സ് ജോർജറ്റ്. ദുപ്പട്ട സെയിം ടോൺ ടു ടോണിൽ വരുന്ന ഒരു കളക്ഷൻ. ദുപ്പട്ട സെയിം ടോൺ ടു ടോണിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. എന്തായാലും ഓവറോൾ ലുക്ക് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇനി കസ്റ്റമർ ഒക്കെ എങ്ങനെയാ വ്യൂ ചെയ്യാന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കാണുന്ന പോലെ നിങ്ങൾക്കും ഇതുപോലെ കാണാനുള്ള ഓപ്ഷൻ. ഒരാളപ്പോ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അഭി ദൂസറാ ദിഖാओ. അപ്പൊ നമ്മൾ ഇത് ഓക്കെ പറയുകയാണെങ്കിൽ ഇത് അവിടെ മാറ്റി വെച്ചു അല്ലേ? അങ്ങോട്ട് മാറ്റി വെക്കും. ഇത്രേ ഉള്ളൂ. നോ പറയാനേ അങ്ങോട്ട് നോ പറയുമെങ്കിൽ ഇപ്പുറത്ത്, യെസ് പറയുകയാണെങ്കിൽ ഇപ്പുറത്ത്. എന്നിട്ട് ഇതിന്റെ ബില്ലും നമ്മൾ അയച്ചു കൊടുക്കും. ഇത് കൈയോടെ നമുക്ക് കൊണ്ടുപോകാൻ ഓപ്ഷൻ ഉണ്ടോ? കൊണ്ടുപോകണോ? കൈയോടെ കൊണ്ടുപോകണോ? അങ്ങനെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കൊറിയർ അയച്ചു തരും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്താ പറയുന്നത് അതുപോലെ. അടുത്തത് ഇടുന്നു. അടുത്തതായിരുന്നു. ഇതാണ് ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ. ലെങ്ത്തും വിഡ്ത്തും ഒക്കെ പക്കയാണ്. അതുപോലെ അതിന്റെ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ്. ലുക്ക് വൈസ് സൂപ്പർ ആണ് കേട്ടോ. എന്തായാലും ഇതേപോലെയാണ് നമ്മൾ ഓരോ കസ്റ്റമർ വരുമ്പോ ഇതുപോലെ ഇവിടത്തെ ഇത് വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ സന്തോഷം. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എത്രയും പെട്ടെന്ന് വിളിക്കുക അല്ലേ? അതെ, വിളിക്കുക, അതുപോലെ കണ്ട് ആസ്വദിക്കുക. അപ്പൊ ഇതൊക്കെ യെസ് പറയണ സംഭവം അങ്ങോട്ട് എനിക്കല്ലാതെ യെസ്സാ അല്ല, ഒക്കെ നല്ല നല്ല ഐറ്റം അല്ലേ ഇരിക്കുന്നത്. ഇതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് ഫുൾ ഇങ്ങനെ ത്രെഡിന്റെ ഡീറ്റെയിലിംഗ് ആണ് പോയിക്കുന്നത്. ഫുൾ ത്രെഡിന്റെ ഓവറോൾ ഡീറ്റെയിലിംഗ്. അപ്പൊ ഇങ്ങനെയാണ് വരുമ്പോ നമുക്ക് ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാം. ഓരോരോ കസ്റ്റമർ വരാണ്. അപ്പൊ മോളിലും അടിയിലായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. പാന്റിലും വർക്ക് വരുന്നുണ്ട്. അതും സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോ സൂപ്പർ ഒരു ലുക്ക് ത്രെഡ് വർക്കിൽ വരുന്ന ഒരു കളക്ഷൻ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഓവറോൾ. മൽമൽ കോട്ടന്റെ ദുപ്പട്ടയാണ്. ഓക്കെ, അതും കോൺട്രാസ്റ്റും പറയാൻ പറ്റില്ല. അതിൽ വൈറ്റ് ഉള്ളത് കൊണ്ട് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ലോ. ഫുൾ മൽമൽ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ. ഇനി കാറ്റലോഗ് ഐറ്റം കേട്ടോ. കാറ്റലോഗ് ഐറ്റം വരുന്നത് അതിൽ എത്ര 6 പീസ് ഉണ്ടാവും, 4 പീസ് ഉണ്ടാവും, 8 പീസ് ഉണ്ടാവും, 12 പീസ് ഉണ്ടാവും. അത് ഓരോ കാറ്റലോഗിനനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഇപ്പൊ ഇത് 12-ന്റെയാണ് ഇപ്പൊ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഓരോരോ. ഇത് വളരെ വിലക്കുറവാണ്. 195 ആണ്. എന്നാലും കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്. ഓക്കെ, 195 കേട്ടോ. 195 ആണ്. ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. ലുക്ക് വൈസ് എങ്ങനെയായിരിക്കും തയ്ച്ചു വരുമ്പോഴുള്ള ലുക്ക് ഇതായിരിക്കും. സെയിം ആ ഒരു ഫോട്ടോയുടെ സെയിം കാണിക്കുന്ന ഒരു. ഇത് നമ്മുടെ
ക്രേപ്പ് നെയ് ये പട്ടിയാല पटियाला പ്രേമികൾക്കുള്ളതാണ് ഈ സംഭവം. ഈ സംഭവം എന്ന് വെച്ചാൽ പട്ടിയാല സ്റ്റൈലിൽ തയ്ക്കാനുള്ള തുണി വരെ ഇതില് ഉണ്ട്. നോർമൽ വേണമെങ്കിൽ നോർമൽ തയ്ക്കാം, പട്ടിയാല സ്റ്റൈലിൽ വേണമെങ്കിൽ ഇനി പട്ടിയാല സ്റ്റൈൽ. അടുത്തൊരു ഒരു അടിപൊളി സംഭവമാണ്. ഇതും കാറ്റലോഗ് ഐറ്റമാണ്, പക്ഷെ സൂപ്പർ. കാറ്റലോഗ് ആയാലും അതിലും നമുക്ക് ആ ഒരു കാറ്റലോഗിന്റെ പിക്ചർ കാര്യങ്ങളെല്ലാം തരൂലേ. അടിപൊളിയാണ് ഇത്, അടിപൊളി സംഭവം. वो कैटलॉग निकाल के दो ना, ये फ्रेंड से निकलेगा. हाँ, ഇതാണ് ഇതിന്റെ കാറ്റലോഗ്. ഇങ്ങനെ വരും. കാറ്റലോഗ് ഇങ്ങനെ വരുന്നാൽ ഇങ്ങനെ ഓരോന്നോരോന്നും നമുക്ക് പടം കാണാം. ഇത് തയ്ച്ചിട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ ഒരു ഏകദേശ രൂപഭാവം ഇവിടുന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ശരിക്കും ഫുള്ള് ഇത്ര പീസ് ഉണ്ടാവും ഇതില്, ഒരു 12 എണ്ണത്തിന്റെ അല്ലേ? 1 2 3 4 3 12 12 എണ്ണത്തിന്റെ അതും ഡിഫറെന്റ് പ്രിന്റുകളാ വരുന്നത്. ഇതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോ നാട്ടിൽ കൊണ്ടുപോയാൽ ഓരോരുത്തർക്ക് വേണമെങ്കിൽ ഓരോ പ്രൈസിന് വിൽക്കാൻ പറ്റും. മനസ്സിലായോ? 12 കളറാണ്. 12 സൈസ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 12 അൺസ്റ്റിച്ചഡ് ആണല്ലോ. അപ്പൊ 12 കളറാണ്. അപ്പൊ ഓരോന്നും വേണമെങ്കിൽ സെപ്പറേറ്റ് പ്രൈസിന് നമുക്ക് വിൽക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇതിന്റെ ലുക്ക്, ഇപ്പൊ ഇത് ലുക്ക് നോക്കുകയാണെങ്കിൽ എവിടെയാ എടുക്കുന്ന ഇപ്പുറത്താണ്. ഈ ഒരു ഈ സംഭവമാണ് നമ്മളിപ്പോ എടുത്തത്. ഓക്കെ, ഈ സെയിം സംഭവം കളർ ഒരു മാറ്റവും ഇല്ല. മാച്ച് ചെയ്ത് നോക്കാം. അതെ. അപ്പൊ കാറ്റലോഗിലുള്ള സെയിം ഫോട്ടോ തന്നെയായിരിക്കും നമുക്ക് ആ ഒരു പിക്ചർ ആയിട്ട് തരുന്നത്. അപ്പൊ ഇതുപോലെ കാറ്റലോഗ് ബേസിലുള്ള കുറെ കളക്ഷൻസ് അവൈലബിൾ ആണ്. കാറ്റലോഗിന്റെ അടുത്തൊരു കാറ്റലോഗാണ് ഇതായിരിക്കും ഇതിന്റെ പിക്ചർ ലുക്ക് വൈസ്. സൂപ്പർ സംഭവങ്ങളാണ് ഇതെല്ലാം, നല്ല അടിപൊളിയാണ്. അടിപൊളി കളക്ഷൻസ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അതെ, ഇത് കോട്ടനാ. അത് തുറന്നപ്പോഴേക്കും തന്നെ ആ ഒരു കോട്ടന്റെ ഫീല് വന്നു. കോട്ടനില് ഇത് ദാമന്റെ പോർഷൻ ആണ്. ഈ ഒരു പോർഷൻ ഇവിടെ അടിയിൽ ചെറിയ ഒരു ഇങ്ങനെ പ്രിന്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പാന്റ്, ഇത് ദുപ്പട്ട. അപ്പൊ ഇതും നിസാര റേറ്റ് ഉള്ളൂ. അല്ലേ? റേറ്റ് ബത്താവണോ? 280. ഞാൻ നേരത്തെ പറഞ്ഞത് നിസാര റേറ്റ് ആണ്. ഞാൻ തുടങ്ങുന്നത് പോലെ ക്വാളിറ്റി, അതായത് നമ്പർ 1 ക്വാളിറ്റിയുടെ സാധനങ്ങളാണ്. അതെ, കാറ്റലോഗ് ബേസ് ആയിട്ട്. ഇതിന്റെ പേരെന്തോന്നു കൊണ്ടൊന്ന് വായിച്ചു നോക്ക്. അതല്ല ഇവിടെ നിന്ന് വായിച്ചു നോക്ക്. സമ്മർ കൂൾ. അപ്പൊ സമ്മർ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കാറ്റലോഗ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതും സെപ്പറേറ്റ് പൗച്ച് പാക്കിംഗിലാണ് ഇത് വരുന്നത് കേട്ടോ. അതില് പേസ് സിൽക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. പക്ഷെ എന്തായാലും ഷിമ്മറാണ്. എനിക്ക് കാണുമ്പോ തിളക്കമുണ്ട്, അപ്പൊ ഷിമ്മർന്ന് ഞാൻ പറയും. എന്തായാലും ഇതില് തിളക്കം മിന്നലൊക്കെ ഉണ്ട്. ഫെസ്റ്റിവലിന് ഇടാൻ പറ്റും, നമുക്ക് അത്രയ്ക്ക് അറിയണ്ടോ. അതെ, ഓക്കെ. ആ ഒരു പേര് പുതിയ അറിവാണ് കേട്ടോ. എന്തായാലും ഇവിടെ ഇറങ്ങിയതാണ്. നെമാവരിയിൽ മാത്രം കിട്ടുള്ളൂ. അല്ല, സൂറത്തിൽ ഇറങ്ങിയതാണ്. നമ്മൾ അത് പറയുന്നില്ല, നെമാവരി മാത്രമേ കിട്ടും. വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പം നാളെ നീ എന്താ അങ്ങനെ പറയുന്നത് പറഞ്ഞ് അല്ല. പക്ഷെ ഞാൻ സൂറത്തിൽ ഇത്ര അല്ല കേട്ടിട്ടില്ല. പക്ഷെ എന്നാ പിന്നെ സൂറത്ത് ഞാനിപ്പോ 5-6 ദിവസം ഇവിടെ കിടന്ന് കറങ്ങണം. ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഇത്ര വീഡിയോ കണ്ടില്ല. നമ്മൾ ചെയ്തതിലൊക്കെ ഈ ജാം സിൽക്ക് അല്ലെങ്കിൽ ജാം കോട്ടൺ, ചിന്നോൻ, ഓർഗൻസ അങ്ങനത്തെ സംഭവമൊക്കെയാണ് കൂടുതൽ. പിന്നെ ഫെൻഡി മെറ്റീരിയൽ അങ്ങനത്തെ സംഭവമൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ സ്പേസിൽക്ക് ആദ്യമായിട്ട് അതെ, അപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ. ജോർജറ്റില് ഫുൾ വർക്കോട് കൂടിയിട്ട്. ഫോക്സ് ജോർജറ്റ് ഫുൾ തിളങ്ങണതും മിന്നണതും നമുക്ക് അങ്ങനെ പറയാല്ലേ. പക്ഷെ എന്തായാലും ലുക്ക് വൈസ് അടിപൊളിയാണ്. അപ്പൊ അതിന്റെ അടിപൊളി സംഭവം കേട്ടോ. ഓക്കെ, എന്തായാലും ഇഷ്ടപ്പെട്ടു. മൊത്തം കേരള ടേസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസും ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതും പറഞ്ഞു വരുന്നത് കണ്ടില്ലേ, അപ്പൊ നേരിട്ട് കണ്ടത് വിശ്വാസമല്ല. അല്ല, അത് തന്നെയാ പറഞ്ഞു വരുന്നത്. കണ്ടത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അല്ലാണ്ട് വെറുതെ പറയണതല്ല. കണ്ടത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അല്ലാണ്ട് നമുക്ക് വെറുതെ പറയാൻ പറ്റില്ലല്ലോ. മലയാളം ഇച്ചിരി കുറെ അറിയാം. ജോസഫിന് മലയാളം അറിയില്ല കുട്ടി എന്ന് അത് പറഞ്ഞിട്ട് കാര്യമില്ല. എഴുതാനും വായിക്കാൻ ഇപ്പോഴും അറിയില്ല. അപ്പൊ ഇതിനകത്ത് ചുങ്കുടി ഈ ടൈപ്പ് ഉണ്ട്. കുഞ്ചലം അതുപോലെ തന്നെ സ്റ്റോണിന്റെ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത് ഇനിയിപ്പോ എങ്ങനെയാണുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ? ഇനി ഏകദേശം വീഡിയോ ലെങ്തി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇവിടെ ഇരുന്ന് സൂഹിക്കാനായിട്ട് നല്ല സുഖമുണ്ട്. എനിക്ക് നാട്ടിലേക്ക് എത്തണം. एक बार हिंदी में आप जरा लोकेशन बताइए.
ये सूरत लेजेंड मार्केट में पड़ेगा अपना। सूरत पे लेजेंड टेक्सटाइल सूरत में लेजेंड मार्केट में पड़ेगा अपना। और दुकान का नाम बताइए। निमावरी सिल्क मिल्स। नेमावरी सिल्क मिल्स। और यहाँ पे क्या क्या मिलता है? यहाँ पे साड़ी, ड्रेस, लहंगा, कुर्ती, ചനിയ, ബ്ലൗസ്, പെറ്റിക്കോട്ട്, ലേഡീസ് വെയർ ഹർ കളക്ഷൻ. ലേഡീസ് വെയറിലെ എല്ലാ കളക്ഷൻസ്. ഇനി നമ്മുടെ മലയാളത്തിൽ പറയാം എന്തൊക്കെയാണ്. നമുക്കിവിടെ സാരി കിട്ടും, അതുപോലെ തന്നെ കുർത്തീസ് കിട്ടും, അതുപോലെ ലെഹങ്ക കിട്ടും, അതുപോലെ തന്നെ 3 പീസ് കിട്ടും, ചുരിദാറിൻ്റെ മെറ്റീരിയൽ കിട്ടും, ബ്ലൗസ് പീസ് കിട്ടും, റെഡിമെയ്ഡ് ബ്ലൗസ് കിട്ടും. അപ്പോൾ ലേഡീസിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. പാവാട വരെ കിട്ടും. അടിപ്പാവാട വരെ കിട്ടും. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് തെളിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അതും കിട്ടും ഇവിടെ. അടിപ്പാവാട വേണം, ബ്ലൗസ് വേണം, റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. മറ്റേ ബ്ലൗസും ഉണ്ട്. ആ ബ്ലൗസും ഉണ്ട്. ആ ബ്ലൗസ് പിന്നെ എനിക്ക് ആവശ്യം വന്നിട്ടില്ലേ. ഞാൻ ഇവിടെ സാരി കൊടുക്കുമ്പോ ഇവിടെ തന്നെയാണ് റെഡിമെയ്ഡ് ബ്ലൗസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷേ ആ ബ്ലൗസ് ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ അത് തന്നെയല്ല നമ്മുടെ മലയാളി സമാജ സൂറത്തിലത്തെ സൂറത്തിലെ കേരള സമാജത്തിലെ ഒരു മെമ്പറാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എന്നെ വിശ്വസിച്ച് തന്നെ ഇത് എടുക്കാം. ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കുക. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. തുണി സംബന്ധമായിട്ട് ഇപ്പൊ ഈ കടയിലത്തെ മാത്രമല്ല വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, സൂറത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, കേരളത്തിൽ നിന്ന് ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക. എന്നാൽ പറ്റുന്ന സഹായം എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ചെയ്തു തരാം. കാശ് കടം ചോദിക്കാൻ അത് മാത്രമേ ഉള്ളൂ. പൈസ മत लेना, बाकी सब हेल्प हम करके देंगे. तो बोलेगा कल से 10,000 रुपए दे दो, ऐसा बोलता है कि नहीं? तो अच्छा कलेक्शन दिखाया, इसके लिए आपको थैंक यू. ये तो ऐसे बैठ के फैन के नीचे हवा खा रहे थे, तो थैंक यू सो मच. अपन नेक्स्ट वीडियो टिल देन बाय.